Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah. നമ്മളുടെ ഈ സെഷന് ആരംഭിക്കേണ്ട സമയമായിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് വളരെ ഹൃദ്യമായി സംസാരിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ഈ ഫാമിലി കോൺഫറൻസിൻ്റെ ഈ സെഷനിൽ എംപവേർഡ് ഫെയ്ത്ത് എന്നുള്ള ഒരു ടോപ്പിക്കാണല്ലോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ വചനവും ആത്മാവും ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ വിശ്വാസം ഉളവാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനവും ആത്മാവും ഇല്ല എങ്കിൽ നമുക്ക് വിശ്വാസം നമ്മളിൽ ഉളവാകുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിയാൽ വിശ്വാസം വരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളോട് ഹൃദ്യമായിട്ട് സംസാരിപ്പാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കാം. എല്ലാവരും തലകളെ വണക്കി ദൈവസന്നിധിയിൽ ഒരല്പസമയം കർത്താവിനെ ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. Praise you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. Hallelujah, 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 hallelujah. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. Hallelujah. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ കോൺഫറൻസിനായിട്ട് നിങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. നിൻ്റെ സന്നിധിയിലൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം, നിൻ്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം, നിന്നെ ആരാധിപ്പാൻ തക്കവണ്ണം, നിൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രത്യാശയെ പുതുക്കുവാൻ, ഹല്ലേലൂയ, നിൻ്റെ ആത്മാവിനാലും നിൻ്റെ വചനത്താലും ഉള്ളതായ ആ കേൾവിയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കത്തുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ഞങ്ങളുടെ പ്രത്യാശയെ പുതുക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ദൈവം ഇടയായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ഈ സെഷനെ നിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കണം. ഇന്ന് വചനം സംസാരിക്കാൻ പോകുന്നതിൻ്റെ അഭിഷക്തനെ നീ പ്രത്യേകമായിട്ട് കർത്താവെ നീ നിൻ്റെ കരങ്ങളെടുക്കുമാറാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിൻ്റെ വചനം സംസാരിപ്പാൻ തൊക്കൊണ്ട് നിൻ്റെ ദാസനെ നീ അഭിഷേകം ചെയ്യണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്നതായ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അത് വിശ്വാസമായി പരിണമിക്കുവാൻ തക്കവണ്ണം, ഞങ്ങൾ വരും ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ളതായ കോൺഫറൻസ് സെഷൻസിനെ എല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, സ്തോത്രം സ്തോത്രം. ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു. നിൻ്റെ എല്ലാ കരുണയ്ക്കായിട്ടും വിശ്വസ്തയ്ക്കായിട്ടും സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെ ഞങ്ങളെ പിന്തുടരുന്നു എന്നുള്ളതിൻ്റെ വചനത്തിന് ആരുടെ ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ് ഫോർ യുവർ ഫെയ്ത്ത്ഫുൾനെസ്. താങ്ക് യു ലോർഡ് ഫോർ യുവർ ഗുഡ്നെസ്, യുവർ മെർസി ആൻഡ് യുവർ ലവ് overflows. Hallelujah, hallelujah. We thank you, Lord. We experience your great faithfulness, Lord, your love, Lord. Hallelujah, hallelujah. Lord, we reach out to you, Lord. Holy Spirit, we pray that you strengthen us, Lord. Holy Spirit, we pray that you will empower us, Lord. Hallelujah. Praise you, Lord. Hallelujah. കരങ്ങളിലേക്ക് നിങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് ഈ കോൺഫറൻസിനെ ഈ സെഷനെ കടന്നിരിക്കുന്നതായ എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഐ വാണ്ട് ടു വെൽക്കം ഓൾ ഓഫ് യു. I just want to thank God for this opportunity for us to come together as a family to worship the Lord and also to hear God's word. Hallelujah. You know, this AGIFNA conference has been a great blessing to many of us. Personally, it has been a great blessing to me. Hallelujah. And I always feel the anointing of God. I feel when we are hearing the word of God, as even yesterday we had a wonderful opening, and as we were hearing the word of God,
the word of God was burning within us. Hallelujah. Just like the disciples, Emmaus disciples, when Jesus was speaking to them, the word of God that he spoke to them, they had a sense of burning within their heart. Hallelujah. And I believe that is from the Lord. That is the Holy Spirit, that burning. Hallelujah. So I'm hoping and I'm believing that today, as we hear God's word, there will be a burning within our heart. Hallelujah. And our faith will increase, and we will be able to do great things for the Lord in the days to come. Hallelujah. So we are going to worship the Lord. The AGIFNA, our choir, is going to lead us in worship at this time. I request them to come and lead us in worship at this time. Praise God. നമ്മുടെ അന്തരങ്ങളെ തിരിച്ചറിയുന്ന, നമ്മളെ വ്യക്തിപരമായി വളരെ അധികമായി അറിയുന്ന കർത്താവ്, രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ മധ്യേ ഉണ്ട് എന്ന് അരുളി ചെയ്ത യേശുക്രിസ്തു നമ്മുടെ മധ്യേ ഉണ്ട്. അവനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്തി പാട്ട് ചേർന്ന് പാടാം. ഇസ്രായേലിൻ രാജാവേ, ഹല്ലേലൂയ. തിരുക്കരമെന്നെ താങ്ങി
ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഇരിക്കുന്ന പലരും അത് അനുഭവിച്ചു കഴിഞ്ഞവരാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ നിന്നൊന്ന് കർത്താവിനോട് ചേർന്ന്, എൻ്റെ എല്ലാ കഷ്ടതകൾക്കും നന്ദി കർത്താവേ, എന്നെ അത് നിത്യതയോട് അടുപ്പിക്കുന്നു, എല്ലാ കഷ്ടതകൾക്കും പ്രതികൂലങ്ങൾക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ നിന്നൊന്ന് പറയാമോ? എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എല്ലാ കണ്ണീരിനും നാഥ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി പുല്ലുകളിൽ താഴ്വരയിൽ പനിനീർ പൂവോ ശോധനയിൽ ശോണയതിൽ പൊന്നു പോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും സാന്നിധ്യം മതി നാഥ. നിൻ സാന്നിധ്യം മതി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരും നാഥ നിന്റെ സാന്നിധ്യം താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർ പൂവോ ശോധനയിൽ ശോണയതിൽ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും സാന്നിധ്യം മതി നാഥ. ഹല്ലേലൂയ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളാണ് ഇവിടെ നടക്കുന്നത്. ഹല്ലേലൂയ. പലയിടങ്ങളിൽ നിന്ന് വന്ന് ഒരുമിച്ച് കൂടി. നമുക്കറിയാമോ, 4 തലമുറകൾക്ക് പിന്നിലേക്ക് നോക്കുമ്പോൾ കഷ്ടതയും രോഗവുമായി കിടന്ന, വിശ്വാസത്തിന് വേണ്ടി ഒരുപാട് കഷ്ടതകൾ സഹിച്ച പിതാക്കന്മാരുടെ തലമുറകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. അവരൊരിക്കലും ഒന്ന് സ്വപ്നം പോലും കണ്ടിട്ടില്ല ഇതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള കോൺഫറൻസുകൾ. രോഗത്തിലും കഷ്ടതകളിലും പ്രയാസങ്ങളിലുമുടെ ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാതിരുന്ന ദൈവദാസന്മാരുടെ ഒരു കാലമുണ്ടായിരുന്നു. കുറച്ചു പേരെങ്കിലും അത് ഓർക്കുന്നുണ്ടാവും. ഇന്ന് നമ്മളൊക്കെ വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ ആ പിൽക്കാലത്തെ ആ കഷ്ടതകൾ ഒന്ന് ഓർത്തു നോക്കൂ. ഹല്ലേലൂയ. ഒരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ട് ഓടി കർത്താവ് നമ്മെ ഇതുപോലെ നടത്തി. ഹല്ലേലൂയ. ഒരു
പാട്ടുണ്ട്, ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീ. അറിയാവുന്നവർ ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും അറിയാമായിരിക്കും ആ പാട്ട്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആ പാട്ടൊന്ന് പാടാം. നമ്മുടെ ഹൃദയത്തിൽ നിന്നൊന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, കർത്താവേ, ഇതുവരെ എത്തുവാൻ ഞാൻ യോഗ്യനല്ലായിരുന്നു. നീ നല്ല പദവികൾ തന്നു, ശ്രേഷ്ഠമായ വിദ്യാഭ്യാസവും ജോലിയും ഭൗതികമായ എല്ലാ നന്മകളും. ഇന്ന് ആത്മീകമായി കൂടെ നമ്മളൊന്ന് അനുഗ്രഹിക്കപ്പെടണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീ. ഇത് നമ്മളിപ്പോ ചേർന്ന് ഒരുമിച്ച് പാടാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിനച്ചതിലും മേൽത്തരമായി എന്നെ കർത്താവ് സൂക്ഷിച്ചു. നമ്മുടെ ഹൃദയത്തിൽ നിന്നും ചേർന്ന് പാടാമോ? ഹല്ലേലൂയ. ആത്മാർത്ഥതയോടെ ഒന്ന് പാടാമോ? ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീ. ഓ നിനച്ചതിലും മേൽത്തരമാ ഊഴിയിൽ നിർത്തിയല്ലോ. ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീ. നിനച്ചതിലും മേൽത്തരം കർത്താവേ, കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ലേ. ബലഹീനനാ ഏഴയന്നേ ബലത്തോടെ നിർത്തിയല്ലോ. ഹല്ലേലൂയ. കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ലോ. ബലഹീനനാ ഏഴയന്നേ ബലത്തോടെ നിർത്തിയല്ലോ. എല്ലാവർക്കും ഒന്ന് ചേർന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. എത്ര വലിയവനാണ്, എത്ര പേരുന്ന കർത്താവിനെ രുചിച്ചറിയുന്നു. ഹല്ലേലൂയ. ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ കർത്താവിന്റെ കരങ്ങളിലേക്ക്? കർത്താവേ, നീ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതൊക്കെ ഞങ്ങൾ ഓർത്തു. ഹൃദയംഗമായി ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന കർത്താവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ
എന്നൊരു പാട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും കരങ്ങളെ അടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി ആ പാടന്ന് പാടാം. കർത്താവിന്റെ ആശ്രയം നമുക്ക് ആവശ്യമാണെന്ന്. ഹല്ലേലൂയ. എല്ലാവർക്കും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് പാടാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ അന്തരംഗങ്ങളിൽ, മനസ്സിൽ ആത്മാവിലുണ്ടായ ഒരു ചലനം കെടാതെ സൂക്ഷിക്കുവാൻ, ഹല്ലേലൂയ, ശക്തമായ ദൈവത്തെ ആരാധിക്കുവാൻ എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, കടന്നു വന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ സാന്നിധ്യം ശക്തമായി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളിനായി സ്തോത്രം. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Praise the Lord, praise the Lord, praise the Lord. Hallelujah. Please be seated. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ തക്കോണം കർത്താവ് നമുക്ക് സാവകാശം നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. I want to thank the AGFNA choir for leading us.
Thank you so much. Hallelujah. So this session is going to be about the empowered faith. And we have been hearing about the Word and the Spirit. And we know how important it is, as we heard last night. The Word and the Spirit is so essential in our life. And without that, the faith will not be created. Faith cometh by hearing, and hearing by the Word of God. So we are going to hear the Word of God. And I know this session is a time that you tend to go into a nap, but please keep awake. And this is going to be a great blessing to us. Hallelujah. And let's keep our ears open to the Word of God. Hallelujah. And it is my joy and privilege to introduce the speaker for this evening, Reverend Wilson Jones. He doesn't need to be introduced. He's a wonderful, great man of God. He is the AGIFNA National President, and he pastors a church in New York. And Pastor Wilson has been instrumental from the beginning of this conference. He has been instrumental, along with some other great men of God. And I look back and see, this is the 27th conference we are having. And 2007 we had the conference here. And again, after 17, 18 years, we are having the conference here. And I just want to thank God that, as I said earlier, this conference is such a blessing to us as a family. Personally, for me, it was a great blessing. I remember one time, that was actually the lowest time in my ministry. And I was sitting, this conference was happening in Detroit at that time. I was sitting in the back, and the speaker, he's a wise speaker. I mean, he's an American speaker, not a Malayali, someone who does not know me. He called out my name and spoke to me in a prophetic voice. And, there were about 2,000 people in that conference, and I was sitting in the, somewhere in the back, and he called out my name and spoke to me and prophesied to me. Hallelujah. How wonderful it is. And, when that prophetic voice came to me, I got a confirmation that the Lord is with me and the Lord is going to see me through in the ministry. Hallelujah. And I believe the same way God is going to speak to us. We don't have too many people in this session, but I know that there is somebody here who want to hear the voice of God this afternoon. Hallelujah. And God is going to speak to us. So let us welcome Pastor Wilson Jones at this time as he is coming to share the Word of God with us. And let's give him a round of applause and welcome him. Praise God. നമ്മുടെ രക്ഷകനും കർത്താവും മശിഹായും ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നമ്മുടെ ഈ കുടുംബ സമ്മേളനത്തിൻ്റെ രണ്ടാമത്തെ ദിവസം ഉച്ചതിരിഞ്ഞുള്ള ഈ സെഷനിൽ വന്ന് പങ്കെടുക്കുന്ന എൻ്റെ സഹപ്രവർത്തകരായ ദൈവദാസന്മാർക്കും വിശ്വാസികൾക്കും വിശ്വാസ സമൂഹത്തിനും എൻ്റെ സ്നേഹവന്ദനം. ലഞ്ച് കഴിഞ്ഞ് ഉച്ചതിരിയുമ്പോൾ സാധാരണ ഒരു ഉറക്കം എല്ലാവർക്കും വരും. കോൺഫറൻസിൽ പങ്കെടുക്കുന്ന മിക്കവരും മുറികളിൽ സുഖനിദ്രയിലായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. യുവാക്കന്മാരുടെ യങ് അഡൾട്ട്സിൻ്റെ ഒരു സെഷൻ നടക്കുന്നുണ്ട്. എന്നാൽ ഈ ഉച്ചതിരിഞ്ഞുള്ള സെഷനിൽ എന്നോടൊപ്പം ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന നിങ്ങളെ ഞാൻ ഹാർദവമായി
അഭിനന്ദിക്കുന്നു. കാരണം നിങ്ങൾ യഥാർത്ഥത്തിൽ ആത്മാവിൽ എരിവുള്ളവരും ആത്മദാഹമുള്ളവരാണ്. ആയതിനാലാണ് ഉച്ചതിരിഞ്ഞപ്പോൾ നിങ്ങൾ ഇവിടെ ഈ സെഷനിൽ പങ്കെടുക്കുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കോൺഫറൻസിൻ്റെ ചിന്താവിഷയം എംപവേർഡ് ലൈഫ് ഇൻ ദ വേൾഡ് ആൻഡ് ഇൻ ദ സ്പിരിറ്റ്. വചനത്താലും ആത്മാവിനാലും ശാക്തീകരിക്കപ്പെട്ട ജീവിതം. ഇതാണ് നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ചിന്താവിഷയം. ഈ ഉച്ചതിരിഞ്ഞ സെഷനിൽ എനിക്ക് തന്നിരിക്കുന്ന ചിന്താവിഷയം എംപവേർഡ് ഫെയ്ത്ത്, ശാക്തീകരിക്കപ്പെട്ട വിശ്വാസം എന്നുള്ളതാണ്. എനിക്ക് തന്നിരിക്കുന്ന വിഷയം ഇംഗ്ലീഷിലാണ് തന്നത്. പക്ഷേ ആവശ്യപ്പെട്ടിരിക്കുന്നത് ശുദ്ധ മലയാളത്തിൽ പ്രസംഗിക്കണം എന്നുള്ളതാണ്. ആയതിനാൽ എന്നെ കൊണ്ട് ആകുന്ന നിലയിൽ നല്ല മലയാള ഭാഷയിൽ അടുത്ത ചില നിമിഷങ്ങൾ ശാക്തീകരിക്കപ്പെട്ട വിശ്വാസത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ അനേക വാക്യങ്ങൾ ഞാൻ റെഫർ ചെയ്യും. ശ്രദ്ധാപൂർവം എന്നോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്? ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഉച്ചതിരിഞ്ഞ വേളയിൽ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ഈ ഉച്ചതിരിഞ്ഞ വേളയിൽ പ്രവർത്തിക്കുമെന്ന്? ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, എപ്പോഴും ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുമ്പോൾ വളരെ വിനയത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. 56 വർഷമായി ഞാൻ തിരുവചനത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ തുടങ്ങിയിട്ട്. 53 വർഷമായി ചരിത്രം പറയുകയല്ല, തിരുനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പറയുകയാണ്. 53 വർഷമായി പൂർണ്ണസമയം സുവിശേഷ പ്രവർത്തകനാണ്. അയോഗ്യനായ എനിക്ക്, ബലഹീനനായ എനിക്ക് വിശുദ്ധ വചനത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തന്ന അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപാകെ നിൽക്കുമ്പോൾ ഈ വചനമെടുത്ത് ഇത് നിങ്ങൾ കേൾക്കയിൽ ഇതിന് നിവർത്തി വന്നു എന്ന് പറയുവാനും, ഈ വചനം എടുത്ത് അതുപോലെ പ്രസംഗിപ്പാനും യോഗ്യനായവൻ ഒരുവൻ മാത്രമേ മനുഷ്യകുലത്തിൽ ജനിച്ചിട്ടുള്ളൂ. അത് സാക്ഷാൽ വചനമായ യേശുക്രിസ്തു മാത്രമാണ്. നാം എല്ലാവരും കൃപയാൽ രക്ഷിക്കപ്പെട്ടു. കൃപയാൽ എല്ലാവരും എടുത്തു പറഞ്ഞാട്ടെ എന്നോടുകൂടെ, കൃപയാൽ വചനത്തിന്റെ ശുശ്രൂഷക്കാരായി ദൈവം നമ്മെ പ്രയോജനപ്പെടുത്തുന്നു. ഇന്ന് സകലമാനവും മഹത്വവും ഈ കോൺഫറൻസിലുടനീളം സകല ബഹുമാനത്തിനും സകല മാനത്തിനും സകല മഹത്വത്തിനും സകല അധികാരത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യനായവൻ ഒരുവൻ മാത്രം, നമ്മുടെ രക്ഷകനായ യേശു. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഈ സെഷൻ അവസാനിക്കുന്നതിന് മുമ്പേ എൻ്റെ വിശ്വാസം, ഇതിലാരൊക്കെ കർത്താവ് കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായ
ചില വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഉദ്ധാരണവും വിടുതലും മോചനവും നൽകുവാൻ യേശു ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. സ്തോത്രം. തിരുവചനത്തിൽ നിന്നും ഞാൻ ഒരു വാക്യം വായിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങൾ. യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളാണിത്. കർത്താവായ യേശു പറഞ്ഞു, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മൗണ്ടൻ മൂവിങ് ഫെയ്ത്ത്, എംപവേർഡ് ഫെയ്ത്തിന് ഒരു നിർവചനമാണ് യേശു ഇവിടെ പറഞ്ഞത്. മലകളെ നീക്കുവാൻ പര്യാപ്തമായ വിശ്വാസം. എന്നെ കേൾക്കുന്ന നിങ്ങളെ കുറിച്ച് വ്യക്തിപരമായി എനിക്ക് വ്യക്തമായ അറിവില്ല. എന്നാൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ, മലകളെ, നിങ്ങൾക്കെതിരായി ഉയരുന്ന പോരാട്ടങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മേൽ നിങ്ങൾക്കെതിരായി ഉയരുന്ന സകല വിധമായ പൈശാചിക പോരാട്ടങ്ങളെയും അറിയുന്നവനായ ഒരുവനാണ് നമ്മുടെ കർത്താവ്. അവനിൽ വിശ്വസിച്ചാൽ, അവന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ, ഈ മലയോട് മാറുവാൻ പറഞ്ഞാൽ അത് മാറുമെന്നാണ് യേശു പറഞ്ഞത്. എത്ര പേർ യേശുവിന്റെ വാക്കുകളെ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. വിശ്വാസം എന്ന് പറയുന്നത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവരും അത്യാവശ്യമായി വേണമെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് വിശ്വാസം. പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം. കർത്താവ് നമുക്ക് നമ്മുടെ കരങ്ങളിൽ തന്ന വിശ്വാസ പ്രമാണങ്ങളും അപ്പോസ്തലന്മാർ നമുക്ക് തന്ന പ്രമാണങ്ങളും ഇതെല്ലാം വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. എന്നാൽ ലോകത്തിലും വിജയകരമായൊരു ജീവിതത്തിന് വിശ്വാസം ആവശ്യമാണ്. നമ്മളൊരു ബഹുനില കെട്ടിടത്തിൻ്റെ 2ാമത്തെ ഫ്ലോറിലാണല്ലോ ഇരിക്കുന്നത്. ഇവിടെ ഈ നമ്മൾ വലിയ പ്രയാസമൊന്നും കൂടാതെ ഭയമൊന്നും കൂടാതെ ഇരിക്കുന്നതിൻ്റെ ഒരു കാരണം വിശ്വാസ പ്രഖ്യാപനമാണ്. ഇത് നിർമ്മിച്ചവരോട് ഇതിൻ്റെ നിർമ്മാണ പദ്ധതി ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് സങ്കോചം കൂടാതെ ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ മിക്കവാറും പലരും ഫ്ലൈ വന്നത്. നമ്മൾ ഫ്ലൈ ചെയ്തപ്പോൾ ആ ഫ്ലൈറ്റിനെ നിയന്ത്രിക്കുന്ന പൈലറ്റിനെയോ കോ പൈലറ്റിനെയോ ക്രൂവിനെയോ ഒന്നും നമുക്കറിയത്തില്ല. എന്നാൽ അതിൽ നമ്മൾ ഒരു പ്രയാസവും കൂടാതെ സങ്കോചം കൂടാതെ ഇരിക്കുന്നത് ഈ എയർക്രാഫ്റ്റ് തിരിച്ചിടത്തുനിന്ന് നമ്മളുടെ ലക്ഷ്യസ്ഥാനത്ത് അത് നമ്മെ എത്തിക്കുമെന്നുള്ളൊരു ബോധ്യവും വിശ്വാസവും ഉള്ളതുകൊണ്ട് അല്ലേ. എന്നാൽ ക്രിസ്തീയ വിശ്വാസം, ലോകം പറയുന്നത് ഒരു ബിസിനസ് തുടങ്ങിയാലോ ഒരു വിദ്യാഭ്യാസത്തിന് പോയാലോ ശുഭാപ്തി വിശ്വാസം വേണമെന്നാണ്. എന്നാൽ അതുപോലുള്ളൊരു കേവലം ശുഭാപ്തി വിശ്വാസമല്ല ക്രിസ്തീയ വിശ്വാസം. നമ്മളത് മനസ്സിലാക്കണം. ശുഭാപ്തി വിശ്വാസത്തിന് ഞാനെതിരല്ല, ശുഭാപ്തി വിശ്വാസികളായിരിക്കണം നമ്മൾ. എന്നാൽ ക്രിസ്തീയ വിശ്വാസം കേവലം ശുഭാപ്തി വിശ്വാസമല്ല, പോസിറ്റീവ് തിങ്കിങ് അല്ല. ഇന്നത്തെ പല പ്രസംഗകരും പോസിറ്റീവ് തിങ്കിങ് ആ പ്രസംഗിക്കുന്നത്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് പോസിറ്റീവ് തിങ്കിങ് അല്ല, ദൈവത്തിൻ്റെ വചനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. കാരണം ക്രിസ്തീയ വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലുമാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു.
പ്രൈസ് ഗോഡ്. നമ്മൾ വിശ്വസിക്കുന്നത് സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ സർവത്തിൻ്റെയും ഉടയവനും സൃഷ്ടാവുമായ ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിനൊരു കാലത്തും മാറ്റമില്ല. He is immutable. Praise God. He is unchanging. Because He is immutable and He is unchanging, His word is unchanging. Hallelujah. അവൻ്റെ വചനം മാറ്റമില്ലാത്ത വചനമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്തെങ്കിലും വിശ്വസിക്കാൻ, ആശങ്ക കൂടാതെ വിശ്വസിപ്പാൻ കഴിയുന്നെങ്കിൽ അത് നമ്മുടെ കർത്താവും കർത്താവിൻ്റെ വചനവും മാത്രമാണ്. സന്തോഷമുള്ളവർക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ എൻ്റെ വചനങ്ങളോ ഒരു കാലത്തും ഒഴിഞ്ഞു പോകുകയില്ല, മാറിപ്പോകുകയില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ വിശ്വാസം നമ്മുടെ കർത്താവിലും കർത്താവിൻ്റെ വചനത്തിലുമാണ്. കർത്താവിൻ്റെ വചനം ഒരു നാളും മാറിപ്പോകുകയില്ല. കർത്താവിൻ്റെ വാഗ്ദത്തം നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടുമുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒരു കാലത്തും മാറിപ്പോകുകയില്ല. വിശ്വസിക്കുന്നവർക്ക് സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ക്രിസ്തീയ വിശ്വാസം ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലുമാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാമോ? ദൈവം നിർമ്മിച്ച ഭൂമി ലൂസിഫറിന്റെ വീഴ്ചയാൽ പാഴും ശൂന്യമായി, അന്ധകാരവൃതമായി, ആവരണപ്പെട്ട് ശൂന്യമായി കിടന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ വചനം പറയുന്നു, വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ അന്ധകാരത്തിൻ്റെ വേളയിൽ, ശൂന്യവും പാഴുമായ ആ വേളയിൽ സൃഷ്ടാവായ ദൈവം, എൽ എലോഹീം എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ലെറ്റ് ദെയർ ബി ലൈറ്റ്. ദൈവം അധികം പറയേണ്ടി വന്നില്ല. ദൈവം പറഞ്ഞു, പ്രകാശമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം പാഴും ശൂന്യവുമായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഇരുളിൻ്റെ വേളകളിൽ കൂടെ പോകുന്നുണ്ടായിരിക്കാം. ദൈവത്തിനറിയാം നിങ്ങൾ പോകുന്ന വേളകൾ, നിങ്ങളുടെ അനുഭവങ്ങൾ. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ, ദൈവം അധികമൊന്നും പറയണ്ട. എൻ്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ, വിൽസൺ ജോസിന്റെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ആ നിമിഷം സകല അന്ധകാരവും മാറിപ്പോകും. വിശ്വസിക്കുന്നവർക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവം പറയുമ്പോൾ അത് അപ്രകാരം സംഭവിക്കും. ഹല്ലേലൂയ. ദൈവം പറയുമ്പോൾ, നിന്റെ ജീവിതത്തിൽ ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്നെത്ര പേർ പറയും ഇന്ന് പകൽക്കാലം? എന്നോട് സംസാരിക്കണമേ. ഞാൻ പോകുന്ന ഇരുളിൻ്റെ വേളകളിൽ വെളിച്ചമായി അവിടുന്ന് വന്ന് എന്നോട് സംസാരിക്കണമേ എന്നെത്ര പേർ പറയും? പെട്ടെന്ന് പോകട്ടെ. നോക്കുക, വിശ്വാസം എങ്ങനെ ഉളവാകുന്നു. റോമാലേഖനം 10-ാം അധ്യായം 17-ാം വാക്യം കർത്താവിൻ്റെ ദാസൻ അത് ഉദ്ധരിച്ചു. Faith comes from hearing and hearing by the word of God. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. അങ്ങനെ ദൈവവചനം കേട്ടതിനാൽ വിശ്വാസം പരിശുദ്ധാത്മാവിൽ കൂടെയും ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയും പ്രവർത്തിച്ച് 9-ാം വയസ്സിൽ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തിയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നോക്കുക, ദൈവത്തിൻ്റെ വചനം
അങ്ങനെ നാം എങ്ങനെ വീണ്ടും ജനിക്കുന്നു എന്ന് റോമാലേഖനം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വചനത്തിലേക്കൊന്ന് ചിന്ത തിരിക്കാം, നമ്മുടെ ശ്രദ്ധ തിരിക്കാം. നോക്കുക, റോമാലേഖനം 10-ാം അധ്യായം പ്രൈസ് ഗോഡ് 9-10 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. റോമാലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ. യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും, ശ്രദ്ധിക്കുക, വിശ്വസിക്കണം. ആ വിശ്വാസമാണ് രക്ഷയ്ക്ക് മുഖാന്തരം. എന്താണ് വിശ്വസിക്കുന്നത്? യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയണം. ദൈവവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഇതാണ് വീണ്ടും ജനന അനുഭവം പ്രാപിപ്പാനുള്ള മുഖാന്തരം, അഥവാ രക്ഷിക്കപ്പെടുവാനുള്ള മുഖാന്തരം. ഈ വിശ്വാസത്തിന് പറയുന്നതാണ് രക്ഷയ്ക്കായിട്ടുള്ള വിശ്വാസം. The faith, this faith is called the saving faith. എന്നാൽ നമ്മളുടെ ഇന്നത്തെ ചിന്താവിഷയം ശക്തീകരിക്കപ്പെട്ട വിശ്വാസം എന്നുള്ളതാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. ഈ മുറിയിലിരിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്, വീണ്ടും ജനനം പ്രാപിച്ചവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല, വചനത്താലും ആത്മാവിനാലും പുനർജനനം പ്രാപിച്ചിട്ടില്ല എങ്കിൽ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ രക്ഷിക്കപ്പെടണം. എന്നാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ഈ കൂട്ടത്തോട് എനിക്ക് ആവശ്യപ്പെടാനുള്ള ചോദ്യം, എങ്ങനെ നമുക്ക് വിശ്വാസം, ശക്തീകരിക്കപ്പെട്ട വിശ്വാസം പ്രാപിപ്പാൻ കഴിയും? ഒരേ ഒരു മാർഗമേ ഉള്ളൂ. നാം മനസ്സിലാക്കണം, രക്ഷിക്കപ്പെടുവാനൊരു വിശ്വാസമുണ്ട്. അങ്ങനെയാണ് നാം രക്ഷിക്കപ്പെട്ടത്, വീണ്ടും ജന്മം പ്രാപിച്ചത്. എന്നാൽ ഈ പറയുന്ന ശക്തീകരിക്കപ്പെട്ട വിശ്വാസം ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. നോക്കുക, 1 Corinthians chapter 12, 1 Corinthians 12-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഈ ഭാഗത്ത് വിശുദ്ധ പൗലോസ് കൃപാവരങ്ങളെക്കുറിച്ചാണ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നത്. എന്താണ് ഇവിടെ നാം വായിക്കുന്നത്? ഒരുത്തന്, 8-ാം വാക്യം, ഒരുത്തൻ ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തൻ അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വരവും നൽകപ്പെടുന്നു. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം. ശ്രദ്ധിക്കുക, വിശ്വാസം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളിൽ ഒന്നാണ്. എന്ന് പറഞ്ഞാൽ കാണാത്ത കാര്യങ്ങൾ നടക്കുമെന്നും നടന്നതുപോലെ വിശ്വസിക്കുകയും ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരമായ വിശ്വാസം പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ നിങ്ങൾക്കും എനിക്കും ലഭിക്കണം. ഇന്ന് പകൽക്കാലം ഇവിടെ നിന്ന് നാം എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഒരു ആത്മശക്തി നമ്മളിലേക്ക് വ്യാപരിക്കണം. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് വിശ്വാസം എന്ന കൃപാവരത്താൽ നിറയപ്പെടുവാനും ഉപയോഗിക്കപ്പെടുവാനും നമുക്ക് ഇടയാക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് സമയമില്ല, എന്നാൽ ആ 9 കൃപാവരങ്ങളൊന്നും നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഓരോ കൃപാവരത്തെയും മറ്റെല്ലാ 8 കൃപാവരങ്ങളെയും കോർത്തിണക്കുന്ന കണ്ണി എന്ന് പറയുന്നത് വിശ്വാസം എന്ന് കാണുവാൻ കഴിയും. അത് തെളിയിക്കുവാൻ എനിക്ക് നേരമില്ല. എന്നാൽ നിങ്ങൾ ഇത്രമാത്രം ഞാൻ പറയുന്നു, അതേ ആത്മാവിനാൽ കൃപാവരമായ വിശ്വാസം ഒരുവന് ലഭിക്കുമ്പോൾ അവന് രോഗശാന്തിയുടെ വരം, വീര്യപ്രവൃത്തികളുടെ വരം, ഹല്ലേലൂയ, ഇതെല്ലാം അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ കൂടെ നടക്കും. മനസ്സിലായോ? നമ്മുടെ കർത്താവാണ് ഇതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തം, ഉദാഹരണം.
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ അനുഗമിക്കുക മാത്രമല്ല, അനുകരിക്കുകയും വേണം. എല്ലാത്തിലും അനുകരിക്കണം. അനുഗമിക്കുന്നവർ ധാരാളമുണ്ട്, എന്നാൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ വളരെ ചുരുക്കം. ക്രിസ്തുവിനെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയായ കാര്യമല്ല. പാസ്റ്റർ കുഞ്ഞുമോൻ ദാനിയേൽ, ഞാൻ അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ദീർഘകാലം സ്നേഹിതരാണ്. ക്രിസ്തുവിനെ അനുകരിക്കുക. യേശു പറഞ്ഞു, നിൻ്റെ ആൾക്കാരനെ പോലെ തന്നെ നിന്നെ സ്നേഹിക്കണം. അത്ര ഈസിയായ കാര്യമല്ല അത്, ആണോ? യേശു പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും സേവിക്കണം. ചെയ്യുന്നുണ്ടോ? ചിന്തിക്കുക, സ്വയമായി ചിന്തിച്ചോളൂ, മറ്റാരെയും കുറിച്ചും ചിന്തിക്കേണ്ട. കർത്താവ് പറഞ്ഞു, നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കണം. സ്നേഹിക്കുന്നുണ്ടോ? സ്വയമായി ചിന്തിക്കുക. കർത്താവിനെ അനുകരിക്കണം. ലുക്ക് അറ്റ് ജീസസ്. പെട്ടെന്ന് പോകട്ടെ. ഇവിടെ ഒരു ക്ലോക്ക് പറയുന്നുണ്ട് എനിക്ക് എത്ര സമയമുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോവുകയാണ്. എനിക്ക് ഉദ്ദേശമുണ്ട്. ഈ വചന ശുശ്രൂഷയ്ക്കായി എന്നെ ആവശ്യപ്പെട്ടതല്ല, ഫലമേൽപ്പിച്ചപ്പോൾ എനിക്ക് ദൈവാത്മാവ് ഒരു ഗോള് തന്നിട്ടുണ്ട്. അത് ഇവിടെ പ്രസ്താവിക്കുകയാണ്. ഈ യോഗാവസാനത്തിൽ ഇവിടെ ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തി നിങ്ങളുടെ മേൽ എൻ്റെ ജീവിതത്തിൽ നടക്കണം. അതാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഗോള്. ഹല്ലേലൂയ! വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഇവിടെ നടക്കണം. നോക്കുക പ്രിയപ്പെട്ടവരെ, യേശുവാണ് നമ്മുടെ മാതൃക. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ മിനിസ്ട്രി, പരസ്യ ശുശ്രൂഷ, ജനനം മുതൽ പരസ്യ ശുശ്രൂഷ മുഴുവനും കർത്താവിൻ്റെ കഷ്ടാനുഭവം, മരണം, ക്രൂശുമരണം, അടക്കം, പുനരുത്ഥാനം, ഇതെല്ലാം പരിശുദ്ധാത്മ ശക്തിയിൽ നടന്നുവെന്ന് വചനം തെളിയിക്കുന്നു. നോക്കുക, യേശുക്രിസ്തുവിൻ്റെ ജനനം, ലൂക്കോസിൻ്റെ സുവിശേഷം 1:35. സമയക്കുറവിനാൽ ഞാൻ വായിക്കുന്നില്ല. നോക്കുക, അവിടെ യേശുവിൻ്റെ മനുഷ്യാവതാരം, ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ജഡാവതാരം, പരിശുദ്ധാത്മാവ് അവൻ മറിയയുടെ മേൽ ഇറങ്ങി വന്നതിനാലാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. മറിയയുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരുവാൻ ഇന്ന് പകൽക്കാലം താല്പര്യപ്പെടുന്നു. എത്ര പേർ അതിനായി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും? ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ! പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ നിഴലിടും. പോകട്ടെ, ഓടിച്ചു പോകണം. ഹല്ലേലൂയ! കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് തുടക്കത്തിന് മുന്നായി പരിശുദ്ധാത്മാവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. പരിശുദ്ധാത്മാവ് നയിച്ചാണ്. പരിശുദ്ധാത്മാവ് നയിച്ച് 40 ദിവസം 40 രാവ് ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞ് പിശാച് അവനെ പരീക്ഷിക്കുവാൻ ചെന്നു. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായതിനാൽ പിശാചിൻ്റെ എല്ലാ പരീക്ഷകളെയും അതിശക്തമായി വചനത്താൽ തോൽപ്പിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും പാപത്തിൻ്റെ പ്രലോഭനങ്ങളെയും പിശാചിൻ്റെ പരീക്ഷകളെയും എതിർത്ത് തോൽപ്പിക്കുവാൻ നമ്മളിൽ തന്നെ നമുക്ക് ശക്തിയില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയായ പരിശുദ്ധാത്മാവിനെ ഈ മൺകൂടാരങ്ങളിൽ പകർന്നു തന്നിരിക്കുന്നത്. എത്ര പേർക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ, ആ അത്യന്ത ശക്തിയെ ദൈവം ഈ മൺകൂടാരങ്ങളിൽ ബലഹീനരായ നമ്മളിൽ പകർന്നിരിക്കുന്നു. എന്തുകൊണ്ട്? ആ ശക്തിയാൽ പാപത്തിൻ്റെ പ്രലോഭനങ്ങളെയും സാത്താൻ്റെ പരീക്ഷകളെയും നമുക്ക് അതിജീവിക്കുവാൻ കഴിയും. പെട്ടെന്ന് പോകട്ടെ. പരിശുദ്ധാത്മാവ് 4-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം. പരസ്യ ശുശ്രൂഷ എങ്ങനെയാണ് യേശു തുടങ്ങിയത് അവിടെ എഴുതിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ആത്മശക്തിയില്ലാതെ വചനം ശുശ്രൂഷിപ്പാൻ എഴുന്നേൽക്കരുത്. നോക്കുക, ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം ഞാൻ നിങ്ങളോട് വായിച്ചു കേൾപ്പിക്കുന്നു. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി
എത്ര പേർ ഇന്ന് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ താല്പര്യപ്പെടുന്നു? യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ഇനിയും 14-ാം വാക്യം പെട്ടെന്ന് പോകട്ടെ. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. യേശുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഗലീല. എന്തുകൊണ്ട് അവിടെ അത്ഭുതങ്ങൾ നടന്നു? എന്തുകൊണ്ട് മുടന്തന്മാർ സൗഖ്യം പ്രാപിച്ച് നടന്നു? എന്തുകൊണ്ട് പക്ഷപാത രോഗികൾ സൗഖ്യമായി? എന്തുകൊണ്ട് പിശാചുക്കൾ അലറി ഓടി? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് യേശു ഗലീലയിലേക്ക് പോയത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറഞ്ഞ് ഒരു പട്ടണത്തിൽ ചെന്നാൽ അവിടുത്തെ പിശാചുക്കൾ അലറി ഓടും. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, സ്തോത്രം. പെട്ടെന്ന് പോകട്ടെ. യേശു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എന്നിട്ട് യേശു എന്തോ ചെയ്തത്? അവൻ തിരുവചനമെടുത്തു. യെശയ്യാവിൻ്റെ പ്രവചനം 61-ാം അധ്യായം 1-2 വാക്യങ്ങൾ എടുത്തു വായിച്ചു. ആത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ സുവിശേഷം ശക്തമായി പ്രസംഗിക്കുവാൻ കഴിയുള്ളൂ. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 18 മുതലുള്ള വാക്യങ്ങൾ. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തയാൽ അവൻ്റെ ആത്മാവിൻ്റെ മേൽ ഉണ്ട്. എത്ര പേർക്ക് പറയാം, യേശുവിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്? കരങ്ങളുയർത്തി കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ എൻ്റെ മേൽ അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ. ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ കർത്താവിനോട് ഞാൻ പറയുകയാണ്, കർത്താവേ, ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു, കർത്താവേ, അങ്ങയുടെ ആത്മാവ് എൻ്റെ മേൽ. ഞാൻ പ്രസംഗിക്കുമ്പോൾ, ഈ വചനത്തിൽ കൂടെ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ആത്മാവ്, അങ്ങയുടെ ആത്മാവ് എൻ്റെ മേൽ പകർന്നുകൊണ്ടിരിക്കണമേ എന്ന്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ആത്മാവുള്ളവൻ ബദ്ധന്മാർക്ക് വിടുതലും കുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കൂടെയാണ് എംപവേർഡ് ഫെയ്ത്ത്, ശക്തീകരിക്കപ്പെട്ട വിശ്വാസം നമുക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നോക്കുക, മത്തായിയുടെ സുവിശേഷം 12:28, അപ്പോസ്തലപ്രവൃത്തി 10:38. ഹല്ലേലൂയ. എന്താണ് യേശു പറഞ്ഞത്? ദൈവാത്മാവിനാൽ പരിശുദ്ധാത്മ പൂർണ്ണനായി 3.5 വർഷം ഈ ലോകത്തിൽ നടന്ന് ശുശ്രൂഷ ചെയ്ത യേശു പറയുന്നു, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഹല്ലേലൂയ. എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം. അപ്പോസ്തലപ്രവൃത്തി 10:38. പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ പ്രസംഗിക്കുകയാണ്. എന്താണ് പത്രോസ് പ്രസംഗിച്ചത്? നസറനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. നസറനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ഇന്ന് പകൽക്കാലം എത്ര പേർ പറയും, കർത്താവേ, പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും എന്നെ അഭിഷേകം ചെയ്യണമേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ, ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ, ഭൂതങ്ങൾ അലറിയോടും, ഭൂതങ്ങൾ ബാധിച്ചവർ വിടുവിക്കപ്പെടും. സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നു? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരു പക്ഷേ ഇരുളിൻ്റെ വ്യാപാര ശക്തികൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളെയും അലട്ടുന്നുണ്ടാകാം. ഇന്ന് പകൽക്കാലം സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ച യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പിശാചിന്റെ ശക്തികളെ കർത്താവ് പൊട്ടിക്കും. നിങ്ങളുടെ കുടുംബത്തിന്മേൽ, നിങ്ങളുടെ ജീവിതത്തിന്മേൽ, നിങ്ങളുടെ സഭയിൽ വ്യാപരിക്കുന്ന ഇരുളിന്റെ വ്യാപാരങ്ങൾ ഇന്ന് പകൽ വിട്ടുപോകും. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഓറിയാൻഡലോ റോബോ ശുഖറബഹത്തനായ. ഹല്ലേലൂയ. യേശുവിനെ അവർ ക്രൂശിച്ചു. ഹല്ലേലൂയ. അവന്റെ പാവന ശരീരം, വിശുദ്ധ ശരീരം അവർ സംസ്കരിച്ചു. എന്നാൽ മൂന്നാം നാൾ യേശു പറഞ്ഞതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റു. ആരാണ് യേശുവിനെ ഉയർപ്പിച്ചത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. റോമാലേഖനം പറയുന്നു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസ സമൂഹമേ, അതേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പകർന്നിരിക്കുന്നതിനാൽ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കും, ഉയർപ്പിക്കപ്പെടും. ഇതാണ് വചനം പറയുന്നത്. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിൽസൺ ജോസ് ഒരു ഉയർപ്പിനായി കാത്തിരിക്കുകയാണ്. എൻ്റെ കർത്താവ് വന്നാൽ, ഇന്ന് രാത്രിയിൽ വന്നാൽ, യോഗം തരുന്നതിന് മുമ്പേ വന്നാൽ, ഞാനും നിങ്ങളും എല്ലാം രൂപാന്തര ശരീരധാരികളായി മധ്യാകാശത്തിൽ, ഓ ഹല്ലേലൂയ, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാർ, അവരോടൊപ്പം നാം മധ്യാകാശത്തിൽ രൂപാന്തര ശരീരധാരികളായി അവിടെ ആയിരിക്കും. ഇതാണ് ദൈവത്തിന്റെ പ്രത്യാശ. പരിശുദ്ധാത്മാവാണ് ഇതിന്റെ മുഖാന്തരം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ആ അത്യന്ത ശക്തി നമ്മളുടെ മേലെ ഇപ്പോൾ ഒഴുകി വരട്ടെ. ആ നദി ഇവിടെ പ്രവഹിക്കട്ടെ. ഇന്ന് രാത്രിയിലും നാളെ പകലിലും നാളെ രാത്രിയിലും. ഞായറാഴ്ച നമ്മുടെ കടശി യോഗമാണ്. അസംബ്ലീസ് ഓഫ് ഗോഡിലെ 3ാം തലമുറയിലെ പ്രസംഗകനാണ് ഞാൻ. ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥന, ഈ കോൺഫറൻസിൽ നമ്മൾ ഇവിടുന്ന് മടങ്ങിപ്പോകുന്നതിന് മുമ്പായി ആ ആത്മനദി ഇന്ന് പകൽക്കാലം മാത്രമല്ല, ഇന്ന് രാത്രിയിൽ, നാളെ പകലിൽ, കടശി യോഗത്തിൽ നമ്മൾ കർത്താവിൻ്റെ മേശമേൽ സംബന്ധിക്കുന്ന വേളയിൽ ആ അത്യന്ത ശക്തി ഇവിടെ ഇറങ്ങി വരണം. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ ആഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നവരെ തൃപ്തി വരുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എത്ര പേർ പറയും, കർത്താവേ, അങ്ങയുടെ ആത്മാവിനാലും ശക്തിയാലും എന്നെ നിറയ്ക്കണമേ? അങ്ങനെയുണ്ടെങ്കിൽ, ആ നിറവ് പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അമാനുഷികമായ, അസാധാരണമായ, ആശ്ചര്യകരമായ ആ വിശ്വാസം നമുക്ക് ലഭിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളുടെ മേൽ പകരുവാൻ പ്രാർത്ഥിക്കണം. അതിനായി കാംക്ഷിക്കണം. യേശു എന്ത് പറഞ്ഞു? യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ആമേൻ, ആമേൻ. 2 പ്രാവശ്യം യേശു പറഞ്ഞാൽ അത് സത്യമാണെന്നാ. ആമേൻ, ആമേൻ. യേശു പറയുന്നതെല്ലാം സത്യമാണ്. ആമേൻ, ആമേൻ ഉറപ്പിച്ച് പറയുന്നതുകൊണ്ടാണ് 2 പ്രാവശ്യം ആമേൻ പറയുന്നത്. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവർ ചെയ്യും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവിൻ്റെ വരവൻ്റെ ആ അന്ത്യനാളുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സഭയെ കൊണ്ട് 1-ാം നൂറ്റാണ്ടിൽ ചെയ്ത അതേ പ്രവർത്തനമല്ല, 21-ാം നൂറ്റാണ്ടിൽ ആവശ്യമായ ദൈവശക്തി സഭയിൽ കൂടെ ദൈവം ഈ ലോകത്തിലേക്ക് പ്രവർത്തിപ്പാനായി അയക്കുവാൻ പോകുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? അത് നമ്മുടെ കാനഡയിലും അമേരിക്കയിലുമുള്ള സകല ഹൈസ്കൂളുകളെയും സകല യൂണിവേഴ്സിറ്റികളെയും അത് സന്ദർശിക്കണം. ആ ദൈവാത്മാ പകർച്ച. എത്ര പേർ അതിനു വേണ്ടി പ്രാർത്ഥിക്കും? എത്ര പേർ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് വരുമ്പോൾ യൂണിവേഴ്സിറ്റികളിൽ ഉണർവുണ്ടാകുമെന്ന്? എത്ര പേർ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഹൈസ്കൂളുകളിൽ ഉണർവുണ്ടാകുമെന്ന്? എത്ര പേർ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ ലോക്കൽ സഭകളിൽ ആത്മാവിൻ്റെ പ്രവൃത്തിയാൽ ഉണർവുണ്ടായി ദേശത്ത് ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ
പ്രകാശം വ്യാപരിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മാത്രമേ ഇനിയുള്ള ചില നിമിഷങ്ങൾ പെട്ടെന്ന് പോകട്ടെ, ഈ അത്യന്ത ശക്തി നമ്മളിൽ പകർന്ന് നാം അത് പ്രാപിക്കുമ്പോൾ മാത്രമേ അമാനുഷികമായ, അസാധാരണമായ ആ വിശ്വാസം നമ്മളിൽ വരികയുള്ളൂ. അതുകൊണ്ടാണ് യേശു തൻ്റെ ഉയർപ്പിന് മുമ്പ് ശിഷ്യന്മാരോട്, ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യം, അവിടെ എന്താ പറഞ്ഞത്? യേശു, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം ഈ പട്ടണത്തിൽ നിന്ന്, ഈ നഗരത്തിൽ പാർപ്പീൻ. കാരണം ആത്മശക്തിയാൽ അവർ നിറയേണ്ടതിൻ്റെ ആവശ്യകത യേശുവിന് അറിയാമായിരുന്നു. തൻ്റെ ഉൽപ്രാപണത്തിന് മുമ്പ്, സ്വർഗാരോഹണത്തിന് മുമ്പ് യേശു എന്ത് പറഞ്ഞു? അപ്പോസ്തലപ്രവൃത്തി 1:8 പെട്ടെന്നൊന്ന് കാണിച്ചാട്ടെ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ എന്താണ് ലഭിക്കുന്നത്? ശക്തി, ശക്തമായ വിശ്വാസം. അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ ആ വിശ്വാസം ലഭിക്കുമ്പോൾ, ആ ആത്മാവിൻ്റെ വിശ്വാസം നമ്മളിൽ ഉരുവാകുമ്പോൾ, ആ കൃപാവരത്താൽ നാം നിറയപ്പെടുമ്പോൾ മലയോട് മാറി പറയുവാൻ ഉള്ള ധൈര്യം നമുക്കുണ്ടാകും. ഹല്ലേലൂയ. അങ്ങനെ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച ആ വരമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു മോശ. മോശ ചെങ്കടലിനോട് കൈനീട്ടി ദൈവത്തിൻ്റെ വചനം പറഞ്ഞപ്പോൾ ചെങ്കടൽ രണ്ടായി. ചെങ്കടലിനെ രണ്ടാക്കിയ ദൈവം നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു, യഥാവാനായി നമ്മുടെ മധ്യത്തിലുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്നും അവൻ ചെങ്കടലിനെ വിഭാവിപ്പാൻ ശക്തനാണെന്ന്? ഹല്ലേലൂയ. ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചവൻ യെരിഹോ മതിലിന് ചുറ്റും നടന്നപ്പോൾ, വിശ്വാസികളുമായി നടന്നപ്പോൾ, ഒരു കൈ പോലും തൊടാതെ ആ മതിൽ ഇടിഞ്ഞു വീണു. നിനക്കെതിരായി ഉയർന്നു നിൽക്കുന്ന എരിഹോ കോട്ടകളെ നോക്കി ശക്തമായി യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്ക, വിശ്വസിക്കുക. എരിഹോ കോട്ട നിന്റെ മുന്നിൽ താഴെ വീഴും. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഒരുപാട് കാര്യം പറയുവാനുണ്ട്, പെട്ടെന്ന് നിർത്തട്ടെ. പ്രൈസ് ഗോഡ്. ഈ ആത്മശക്തിയാൽ നാം ഒന്ന് നിറയപ്പെടണം. ആ ആത്മശക്തിയാൽ നിറഞ്ഞ വിശ്വാസ കണ്ണുകളാൽ നാം വിശ്വസിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവവചനത്തിലും വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിനാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതാണ് യഥാർത്ഥ വിശ്വാസം. ആ അമാനുഷികമായ വിശ്വാസം, പ്രകൃത്യാതീതമായ വിശ്വാസം, അത് നമുക്കുണ്ടോ? നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. അവസാനമായി സമയം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അവസാനം എനിക്കൊരു പാട്ട് പാടി ഇവിടെ ഒന്ന് ആരാധിക്കണമെന്നുണ്ട്. ചിലർക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഈ വാക്യം കൂടെ വായിച്ച് നമുക്ക് നിർത്താം. എബ്രായ ലേഖനം 11-ാം അധ്യായം, ഹല്ലേലൂയ, 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ഇനി എന്ത് പറയണ്ടു? ഇവരെക്കുറിച്ചൊക്കെ പറയാൻ നേരമില്ല. ഗിദ്യോൻ, ബാരാക്ക്, ശിംശോൻ, ഇഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെ കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസത്താൽ, എല്ലാവരും ഉറക്കെ പറഞ്ഞാട്ടെ, വിശ്വാസത്താൽ, ഉറച്ചു പറയുവീൻ, വിശ്വാസത്താൽ, ആ ആത്മനിറവിൽ ലഭിക്കുന്ന വിശ്വാസത്താൽ, ആ കൃപാവരത്താൽ എന്തു ചെയ്തു? 10 കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓടിച്ചു പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. സ്തോത്രം. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ കീഴടക്കി. ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പറയുന്നു, ഇന്ത്യയിൽ, ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, ബോംബെ തൊട്ട് കൽക്കട്ട വരെ നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെ തടയുവാൻ ഒരു മതവിദ്വേഷികൾക്കും സാധ്യമല്ല.
കാരണം ഇത് സത്യവചനമാണ്, ഇത് ജീവന്റെ വചനമാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ത്യ കാണാത്ത വലിയ ഉണർവ് അവിടെ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പുറപ്പെടുവാൻ പോകുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? സ്തോത്രം. അവർ രാജ്യങ്ങളെ കീഴടക്കി. 10 കാര്യം പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് വായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ കീഴടക്കി, നീതി നടത്തി. നീതിപൂർവം ജീവിക്കണമെങ്കിൽ വിശ്വാസം വേണം. വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. ഇന്ന് പകൽക്കാലം ബലഹീനരായ നിങ്ങൾ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ ബലഹീനത മാറി നിങ്ങൾ ശക്തി പ്രാപിക്കും. യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. 10 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് നിർത്തട്ടെ. ഇനിയും പറയുന്നത്, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇത് ജീവിതത്തിൽ അനുഭവിക്കുന്നില്ലെങ്കിൽ, ഞാൻ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഇത് പറയാനൊക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇതും കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരുമില്ലാത്ത ഒരു സഭയിലാണ് ഇത് ഞാൻ ശുശ്രൂഷിക്കുന്ന ന്യൂയോർക്കിലെ 3ാമത്തെ സഭയാണ്. ആരുമില്ലാത്ത ഒരു സഭയിലാണ് ഞാൻ പോർട്ട് വാഷിങ്ങിൽ പോയത്. ഞാനും എൻ്റെ വൈഫും 2 കുഞ്ഞുങ്ങൾ, 3ാമത്തെ കുട്ടിയെ അവൾ എക്സ്പെക്റ്റ് ചെയ്യുമായിരുന്നു. ഞാൻ അവരോടാണ് 4 മാസം പ്രസംഗിച്ചത്. ആദ്യത്തെ ഞാനൊരു സഭയിൽ നിന്ന് കുറേ ഫാമിലിയെ പിടിച്ചുകൊണ്ട് തുടങ്ങിയ സഭയൊന്നുമല്ല. ആരുമില്ലാതെ തുടങ്ങി. കർത്താവ് എന്നോട് പറഞ്ഞു അവിടെ പോകാൻ. 3ാമത്തെ സഭയാണിത്. ഈ നവംബർ ആകുമ്പോൾ 43 വർഷമാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പോർട്ട് വാഷിംഗ്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ചെയ്ത ഒരു കാര്യം മാത്രം, 100 അത്ഭുത പ്രവർത്തികൾ എനിക്ക് പറയുവാനുണ്ട്. അത് ഞാൻ എൻ്റെ നാമമഹത്വത്തിന് വേണ്ടി പറയല്ല, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിൽ വേണ്ടി പറയുകയാണ്. ഞാൻ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കറുത്തവർക്കക്കാരനായ ഒരു സഹോദരൻ കൂടെ വല്ലപ്പോഴും അവിടെ വരുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്പാനിഷുകാരിയാണ്. അവർക്ക് പല മക്കളുണ്ട്. ഒരു മധ്യവയസ്കയായ സ്ത്രീ, ഒരു 35, അന്നത്തെ കാലത്ത് ഒരു 35-40 വയസ്സിൽ താഴെയാണ്. ഒരു ദിവസം എൻ്റെ സ്നേഹിതൻ, എന്നെ അന്ന് സഹായിച്ചുകൊണ്ടിരുന്ന കാൾ തോംസൺ വന്ന് പറഞ്ഞു, പാസ്റ്ററെ നമുക്കിന്നെ വീട്ടിൽ പോകണം. കാരണം എന്താ? ഈ ഭാര്യയ്ക്ക് ഉദരത്തിൽ മുഷ്ടിയുടെ അത്രയും വലിപ്പമുള്ള, ഇത് ഞാനെങ്ങും പബ്ലിസൈസ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ അറിവിനായും ദൈവനാമ മഹത്വത്തിനായും പറയുവാണ്, മുഷ്ടിയുടെ അത്രയും വലിപ്പമുള്ള ഒരു ട്യൂമർ അവർ കണ്ടുപിടിച്ചു ഉദരത്തിൽ. മെഡിക്കൽ ഡോക്ടേഴ്സ് പലരും ഇവിടെ ഉണ്ടല്ലോ. പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കവിടെ പോയി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വചനപ്രകാരം ഞാൻ ചെറിയൊരു കുപ്പിയിൽ എണ്ണ എടുത്തു. കാരണം യാക്കോബിൻ്റെ ലേഖനത്തിൽ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതെടുത്ത്, ആ സ്ത്രീ ഒരിക്കൽ പോലും ചർച്ചിൽ വന്നിട്ടില്ല. ഞാൻ അവരുടെ വീട്ടിൽ പോയി, അധികം ദൂരമല്ല, 1 മൈൽ ദൂരേ ഉള്ളൂ അന്നത്തെ ഞങ്ങളുടെ ചർച്ചിൽ നിന്ന്. അവിടെ ചെന്ന് അവരോട് സുവിശേഷം പറഞ്ഞു. അവരുടെ ഭർത്താവ് വല്ലപ്പോഴും ഒക്കെ ആരാധനയ്ക്ക് വന്നിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്നെ നൊമ്പരപ്പെടുത്തി. ഹൃദയം കലുഷിതമായി, ക്രഷ് ചെയ്തു. ഇംഗ്ലീഷ് ഭാഷയിൽ ആ വാക്ക് വരുന്നുള്ളൂ, ക്രഷ് ചെയ്യുക. My inner spirit became crushed because I saw children. 15 വയസ്സിനും 4 വയസ്സിനുമുള്ള 6 കുഞ്ഞുങ്ങളെ അവരുടെ മക്കളായി ഞാൻ കണ്ടു. ഈ ദമ്പതികളുടെ ആ കുഞ്ഞുങ്ങളുടെ മാതാവിന് ഇതുപോലെ ഉള്ള ഒരു ട്യൂമർ വളർന്നു വന്ന് അവരുടെ ജീവിതം പെട്ടെന്ന് തീരുവാൻ പോകുന്ന ഒരു അവസരം ഓർത്തപ്പോൾ എൻ്റെ ഹൃദയം വേദനയാൽ നിറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, അവരൊരു സ്ത്രീ ആയതിനാൽ നിങ്ങളുടെ വലങ്കരം നിങ്ങളുടെ ഉദരത്തിന്മേൽ വെക്ക്. അങ്ങനെ ഉദരത്തിന്മേൽ അവർ വലങ്കരം വെച്ചു. അവരുടെ ഭർത്താവിനോടും സുവിശേഷം പറഞ്ഞു. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിപ്പാനുള്ള പ്രാർത്ഥന അവർക്ക് ചൊല്ലിക്കൊടുത്തു. അവർ സന്തോഷത്തോടെ അത് ഏറ്റുപറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കേൾക്കുക പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ ട്യൂമർ അവിടെ നിന്നും ഡിസപ്പിയർ ആകണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഇംഗ്ലീഷിലാണ് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. ഇത് ഒരു തിങ്കളാഴ്ചയായിരുന്നു, അല്ല ഒരു ബുധനാഴ്ചയായിരുന്നു. തിങ്കളാഴ്ചയാണ് അവർക്ക് ട്യൂമർ കണ്ടുപിടിച്ചത്. പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്ത് കളയണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഞങ്ങളുടെ അടുത്തുള്ള നോർത്ത് ഷോർ ഹോസ്പിറ്റലിലാണ്. അതിൻ്റെ എവിഡൻസ് എല്ലാം അവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് നിങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കിയിരിക്കുന്നു, ഇനിയും കർത്താവിനായി ജീവിക്കണം.
എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു. ബുധനാഴ്ചയായിരുന്നു പ്രാർത്ഥന. വെള്ളിയാഴ്ച രാവിലെ ഫൈനൽ സ്കാനിങ്ങിന്, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 11 മണിയോടുകൂടിയാണ് സർജറി. ഉച്ചതിരിഞ്ഞ് വെള്ളിയാഴ്ച അവർ ഫൈനൽ സ്കാനിങ്ങിന് ചെന്നു. അവിടെ ഫൈനലായിട്ടുള്ള സ്കാനിങ് ചെയ്ത് നോക്കിയപ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി വിൽസൺ ജോസും തോംസണും പ്രാർത്ഥിച്ചത് കൊണ്ടല്ല, കാൾ തോംസണും പ്രാർത്ഥിച്ചത് കൊണ്ടല്ല, യേശു ക്രിസ്തുവിൻ്റെ കരം അവിടെ സ്പർശിക്കപ്പെട്ടതിനാൽ, വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിനാൽ അവർ വെള്ളിയാഴ്ച രാവിലെ ചെന്ന് കാറ്റ് സ്കാൻ എല്ലാം ചെയ്ത് നോക്കിയപ്പോൾ ട്യൂമർ അവിടെ ഇല്ല. ഹല്ലേലൂയ! അന്ന് ഉച്ചതിരിഞ്ഞ് ട്യൂമറിൻ്റെ സർജറി എടുത്തു കളയുവാൻ സർജറി നിശ്ചയിച്ചു. വീട്ടിലേക്ക് അവരെ പറഞ്ഞു വിട്ടു. അവർ പടം കാണിച്ച് ട്യൂമറുള്ള പടവും. ഡോക്ടർ അച്ഛൻകുഞ്ഞോട് ഇരിപ്പുണ്ട്. ആ പടം കാണിച്ചു. നോക്കുക, ട്യൂമർ എങ്ങനെ അപ്രത്യക്ഷമായെന്ന് ഞങ്ങൾക്കറിയത്തില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയാം, യേശു തൊട്ടു. എത്ര പേർ വിശ്വസിക്കുന്നു ആ യേശു എന്നും ജീവിക്കുന്നു? യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്താക്കപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ ട്യൂമർ അപ്രത്യക്ഷമാകും. രോഗികൾ സൗഖ്യമാകും. നാം പ്രസംഗിക്കുന്ന നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അതുല്യമാണ്. ഇന്ന് എത്ര പേർ വിശ്വസിക്കും? എത്ര പേർക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട്? സ്തോത്രം. എനിക്ക് ശേഷം എൻ്റെ വാത്സല്യ സഹോദരൻ, കൊച്ചു സഹോദരൻ ബോസ് പ്രസംഗിക്കാൻ പോവാണ്. എനിക്കതൊന്ന് കേൾക്കണം. ഹല്ലേലൂയ! എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വർഷിപ്പ് ടീം വരട്ടെ. ഹല്ലേലൂയ! അനുഗ്രഹീതനായ ദൈവദാസൻ എഴുതി. ഹല്ലേലൂയ! ഹല്ലേലൂയ! എത്ര പേർ വിശ്വസിക്കും? ഹല്ലേലൂയ! എത്ര പേർക്ക് ഇന്ന് പ്രാർത്ഥന ആവശ്യമുണ്ട്? നിങ്ങൾ അറിയുന്ന ആരെങ്കിലും നിങ്ങളുടെ ഭവനങ്ങളിലോ നിങ്ങളുടെ സഭകളിലോ ക്യാൻസറായിട്ട് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവരിവിടെ വേണമെന്നില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. എത്ര പേർ വിശ്വസിക്കുന്നു? പ്രാർത്ഥന ആവശ്യമുള്ളവർ കരങ്ങൾ ഉയർത്താം. കരങ്ങൾ ഉയർത്താം. എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിക്കണമെന്നൊക്കെ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ നമുക്ക് ഒരുമിച്ചൊരു പ്രാർത്ഥന നടത്താം. കരങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ആ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർക്ക് വേണ്ടി അടുത്ത് നിൽക്കുന്ന ദൈവദാസന്മാർ പോയി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പലരുടെ കരങ്ങൾ ഉയർന്നിരിക്കുന്നു. ദൈവദാസന്മാർ ഒന്ന് ചുറ്റും നോക്കി അവർക്ക് വേണ്ടി ഓടിപ്പോയി പ്രാർത്ഥിക്കണം. നമുക്ക് ഈ പാട്ടൊന്ന് പാടണം. പരിശുദ്ധാത്മാവിനാൽ ഒന്ന് നിറയപ്പെടണം. ഇവിടെ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം ഇന്ന് പകൽക്കാലം നടക്കണം. എത്ര പേർ വിശ്വസിക്കുന്നു യേശു നമ്മുടെ ഇടയിൽ നടമാടുന്നു? കർത്താവിന്റെ കാലൊച്ച ഞാൻ കേൾക്കുന്നു. യേശു ഇവിടെയുണ്ട്. യേശു ഉള്ളിടത്ത് വിടുതലുണ്ട്, രോഗശാന്തിയുണ്ട്, രോഗസൗഖ്യമുണ്ട്. ഹല്ലേലൂയ! ഹല്ലേലൂയ! എല്ലാരും കരങ്ങളടിച്ച് പാടണം. രണ്ടാകുന്നു വിശ്വാസത്തിലൊന്ന് കണ്ടേ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. ഉയർന്നു നിന്നാലും അതിന്റെ വലിപ്പമോ സാരമില്ല. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിന്റെ വലിപ്പമോ സാരമില്ല. ഒന്നിച്ചു നാം ആക്കിയിടുമ്പോൾ യേശുവിൻ നാമത്തിൽ ആക്കിയിടുമ്പോൾ വന്മതിൽ വീഴും കാച്ചുവട്ടിൽ. വന്മതിൽ ആക്കിയിടുമ്പോൾ വന്മതിൽ വീഴും കാച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു.
വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൽ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൽ ഇറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തൻ, വെള്ളത്തിൽ നടന്ന സർവശക്തൻ എന്റെ കൂടെയുണ്ട്. ഇറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തൻ എന്റെ കൂടെയുണ്ട്. വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ. വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു. വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു. ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിരുന്നപ്പോൾ, കാണാത്ത കാര്യങ്ങൾ മുമ്പിരുന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ മുമ്പിരുന്നപ്പോൾ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. വിശ്വാസത്താൽ എൻ മുന്നിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ. വിശ്വാസത്താൽ എൻ മുന്നിൽ ചെങ്കടൽ രണ്ടാകുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് കാണുന്ന വിശ്വാസക്കണ്ണാൽ രോഗികൾ സൗഖ്യമാകുന്നു. ഹല്ലേലൂയ. സൃഷ്ടിതാവായ ദൈവം പ്രവർത്തിക്കുന്നു. സർവശക്തനായ കർത്താവിന്റെ കാലൊച്ച ഞാൻ കേൾക്കുന്നു. ഗലീലയിൽ സൗഖ്യമാക്കിയവൻ, ആയിരക്കണക്കിന് രോഗികൾക്ക് വിടുതൽ നൽകിയവൻ ഇന്ന് രാവിലെ സമയം, ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവദാസൻ പാസ്റ്റർ ജെ ജോൺ പ്രാർത്ഥിക്കും. കരങ്ങൾ ഉയർത്തി, സമയം പോയതിനാൽ കരങ്ങൾ ഉയർത്തി രോഗസൗഖ്യം വേണ്ടിയവർ, നിങ്ങളുടെ പരിചയത്തിലോ ബന്ധത്തിലോ അയൽവാസികളായിട്ടോ ആരെങ്കിലും വിടുതൽ ആവശ്യമായിട്ടുള്ളവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഇപ്പോൾ തന്നെ യേശു പ്രവർത്തിക്കും. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. Praise God. ബഹുമാന്യ ദേവദാസന്റെ പിതാവിൻ്റെ പിതാവ് ജോണപ്പച്ചൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ പിതാവ് കെ ജെ ജോസഫ് പാസ്റ്റർ ജീവിക്കുന്നൊരത്ഭുതമാണ്. പ്രിയപ്പെട്ട ദേവദാസൻ പ്രസംഗിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് വന്നത്, നമുക്കൊന്നിച്ച് ദൈവത്തോട് പറയാം, ഇൻക്രീസ് മൈ ഫെയ്ത്ത്. നിങ്ങളിൽ ഒരുവനിൽ, എന്നിൽ വിശ്വാസം വർദ്ധിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, ഈ നിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണ ആത്മസാന്നിധ്യം വ്യക്തികളുടെ മേൽ വന്ന കൃപ നിറഞ്ഞൊരു ശുശ്രൂഷ ഈ പ്ലാറ്റ്ഫോമിൽ നടന്നല്ലോ. നിന്റെ ഭൃത്യൻ ആത്മനിറവിൽ പറഞ്ഞ വിശുദ്ധ വചനം ഞങ്ങൾ വിശ്വാസത്താൽ ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ ഒന്നിച്ച് പറയുന്നു, ഇൻക്രീസ് our faith. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അതേ വിശ്വാസത്താൽ ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾക്കെതിരെയുള്ള മലകളോട് അതിനെ ഇടം വിട്ടുപോകാൻ കൽപ്പിക്കുന്ന ഒരഭിഷേകത്തിന്റെ അളവ് ഈ നിമിഷം വെളിപ്പെടട്ടെ. ഞങ്ങൾക്കെതിരെയുള്ള എരിഹോവുകൾ ശാസിക്കപ്പെടുന്ന സമയമാകട്ടെ. രോഗശാന്തി ഈ പകൽ നടക്കുന്നതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. രോഗാത്മാക്കളെ ശാസിപ്പാനുള്ള ഒരധികാരം ദൈവം തന്നതിനായി സ്തോത്രം. കർത്താവ് മഹത്വമെടുത്തല്ലോ. അങ്ങയുടെ ഭൃത്യനെ ഇനിയും അസാധാരണമായി ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എളിയവരോട് സംസാരിച്ചല്ലോ. തുടർന്ന് നടക്കുന്ന
ശ്രേഷ്ഠ ശുശ്രൂഷമേലും അസാധാരണ കൃപയുണ്ടാകണം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ. സകല ബുദ്ധിയും കവിയുന്ന ദിവ്യസമാധാനം പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലും ഈ അനുഗ്രഹീത ശുശ്രൂഷമേലും ഇന്ന് വലുതേക്ക് ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ.